ശ്രീ ശശികുമാർ സാർ, ഇതിൽ ഈ ഒരു പോയിന്റിലേക്ക് മാത്രമല്ലേ ഇതുവരെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് വാദവും പോയിട്ടുള്ളൂ. അതായത് ആശ്രിത നിയമനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല ഒരു MLA-യുടെ മകന് ജോലി കൊടുക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പോൾ ഹക്സർ പറഞ്ഞത് ഈ മന്ത്രിസഭയ്ക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോവുകയാണ്. മന്ത്രിസഭയ്ക്ക് അങ്ങനെ എന്തും ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല. മന്ത്രിസഭയ്ക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനമെടുക്കാനേ അധികാരമുള്ളൂ. നാളെ സെക്രട്ടേറിയറ്റിൻ്റെ സൗത്ത് അനക്സ് AK സെൻറ്ററിന് ഒരു അനക്സായിട്ട് എഴുതി കൊടുക്കാൻ തീരുമാനിക്കാൻ ക്യാബിനറ്റ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ? സർവകലാശാല ഓഫീസ് AK സെൻറ്ററിൻ്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ CPM-ൻ്റെ ഓഫീസാക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അറിഞ്ഞുകൂടാത്തവരല്ല നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ ചീഫ് സെക്രട്ടറിയോടുള്ള ഉദ്യോഗസ്ഥന്മാർ. ഇവിടെ സംഭവിച്ചെന്താ? ഞാൻ തന്നെയാണ് ആദ്യം ഇത് സംബന്ധിച്ച് വിവരാവകാശം കൊടുത്തിരുന്നത്. 2018-ൽ ക്യാബിനറ്റ് തീരുമാനമെടുത്ത് ഉടൻ തന്നെ വിവരാവകാശം കൊടുത്തു. ക്യാബിനറ്റിൻ്റെ കുറിപ്പിൻ്റെ പകർപ്പ് വേണം. വിവരാവകാശം അനുസരിച്ച് തന്നപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? രാമേന്ദ്രൻ നായരുടെ മരണത്തിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരിക്കുന്ന എല്ലാ വായ്പത്തുകകളും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ മകന്റെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു തീരുമാനമെടുക്കേണ്ടത്? ഇതിന് അജണ്ടയില്ല. ഇത് ഔട്ട് ഓഫ് അജണ്ട ആയിട്ട് വന്നതാണ്. ഇത് ക്യാബിനറ്റിൽ നോട്ടായിട്ട് വന്നതല്ല. ക്യാബിനറ്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സെക്രട്ടറിയുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് വന്നതല്ല. അവിടെ ഞങ്ങൾ കൂടിയിരുന്ന് തീരുമാനിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ അല്ലെങ്കിൽ കേരളത്തിനെ ഞങ്ങൾക്ക് തീരെഴുതി തന്നിരിക്കുകയാണെന്ന രീതിയിൽ പിണറായി വിജയനും കുറേ മന്ത്രിമാരുടെ വളഞ്ഞ് തീരുമാനിക്കുന്നു. നമ്മുടെ സുഹൃത്ത് രാമേന്ദ്രൻ നായർക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേരുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളവരെല്ലാം സഹായിക്കാൻ വേണ്ടി ക്യാബിനറ്റ് വളഞ്ഞ് തീരുമാനിക്കാൻ പറ്റുമോ? ഇവിടെ ചില വ്യവസ്ഥകളുണ്ട്. അങ്ങനെ രാമേന്ദ്രൻ വാസ്തവത്തിൽ എനിക്ക് പ്രയാസമുണ്ട്. രാമേന്ദ്രൻ നായർ എന്ന് പറയുന്ന വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വളരെ സാത്വികനായ ഒരു സത്യസന്ധനായ MLA ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ കടങ്ങളും കാര്യങ്ങളും വന്നത്. ആ കടം നമ്മുടെ നിന്നാണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകന് ജോലി കൊടുക്കണമെന്നുണ്ടെങ്കിൽ AK സെന്ററിൽ മാനേജരായിട്ട് കൊടുക്കാം, ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് കൊടുക്കാം. അതല്ലാതെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു ജോലി കൊടുക്കാൻ ചില വ്യവസ്ഥകളുണ്ട്. അതിനുശേഷം തന്നെ അന്വേഷിച്ചു എന്താ? അദ്ദേഹം B.Tech പാസ്സായി കഴിഞ്ഞപ്പോൾ B.Tech ഒരു പ്രൈവറ്റ് കോളേജിൽ നിന്ന് സെക്കൻഡ് ക്ലാസ്സായിട്ട് പാസ്സായി. അയാളെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് നിയമിക്കാൻ തീരുമാനിക്കുന്നു. നമ്മുടെ ഇവിടെ ഡൈൻഹാർഡ് സ്കീമുള്ളത് ആർക്കാ? സർക്കാർ ജീവനക്കാർക്കുള്ളൂ. സർക്കാർ ജീവനക്കാരൻ ഇരിക്കുമ്പോൾ അയാളുടെ ആദ്യത്തേക്ക് അതും ക്ലാസ് 3 4 കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലാസ് 2 പോസ്റ്റിലോട്ട് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് പോലും. അവിടെയാണ് MLA-യുടെ മകനായതുകൊണ്ട് ഗസറ്റഡ് പോസ്റ്റിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ഇവിടെ M.Tech-ഉം എഞ്ചിനീയറിംഗിലും PhD എടുത്തിട്ടുള്ളവർ കാത്തു നിൽക്കുകയാണ് ഓവർസിയറാകാൻ അല്ലെങ്കിൽ ഒരു സൂപ്രണ്ടായിട്ട് ജോലി കിട്ടാൻ. അപ്പോഴാണ് 2 വർഷം MLA ആയിരുന്ന ഒരാളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആക്കുക. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറാണ്. ഇതൊന്നും അറിയാത്ത ഒന്നുകിൽ മന്ത്രിമാർക്ക് അറിയണം, അല്ലെങ്കിൽ മന്ത്രിമാരുടെ അവിടെ ഇരിക്കുന്ന ഈ ചീഫ് സെക്രട്ടറിക്ക് കിട്ടാൻ കഴിയില്ല. കാരണം അത് കഴിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അടുത്തൊരു റീ എംപ്ലോയ്മെന്റ് വാങ്ങിച്ച് അടുത്തൊരു പോസ്റ്റിൽ വരാനിരിക്കുന്ന കുറെ ചീഫ് സെക്രട്ടറിമാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഈ ഗവൺമെന്റ് കാണിച്ചപ്പോൾ വിജയന് കുടുംബത്തിന് 20 ലക്ഷം രൂപ കൊടുത്തു. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ